രാഹുൽ ഈശ്വർ ജയിലിനുള്ളിൽ നിരാഹാര സമരം ആരംഭിച്ചു. ഇന്നലെ രാത്രി മുതൽ ആശാൻ ഭക്ഷണം കഴിക്കുന്നില്ല, പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുക. അങ്ങനെയാണ് പുറത്തു വരുന്ന വിവരം. വെള്ളം മാത്രം മതിയെന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞത്. അല്ലെങ്കിലും വ്രതമെടുത്ത് പരിചയമുള്ള രാഹുലിന് ഇതൊക്കെ ഉണ്ട്. കണ്ടു നിൽക്കുന്നവർക്കാണ് നാളം. ഒരു മാസം ആഹാരം കഴിച്ചില്ലേലും അയാൾക്കൊന്നും സംഭവിക്കില്ല. അയാൾക്ക് അതൊക്കെ ഒരു ശീലമാണ്. തിരുവനന്തപുരം ജില്ലാ ജയിൽ ബി ബ്ലോക്കിലാണ് രാഹുൽ ഇപ്പോഴുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പീഡന പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്ത കേസിൽ ഇന്നലെയാണ് ഇയാളെ കോടതി റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചത്. ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുമെന്നും ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കുമെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് മജിസ്ട്രേറ്റ് ഇങ്ങനെ ഒരു ഉത്തരവിട്ടത്. വീഡിയോകൾ പരിശോധിച്ച ശേഷമായിരുന്നു ഉത്തരവ്. പരാതിക്കാരിക്കെതിരെ ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ നിരന്തരം സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയെന്നും പരാതിക്കാരിയെ ഭയചകിതയാക്കിയെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അതാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത്. പരാതിക്കാരിയുടെ ചിത്രം രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പിൽ ഉണ്ടെന്നും സ്ഥിരമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നയാളാണെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ ബാധിക്കുമെന്ന് മാത്രമല്ല, പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത് ഇയാൾ തെളിവ് വരെ നശിപ്പിക്കുമെന്ന്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയത് ഒരു യുവനടിയുടെ കാറിലാണെന്ന വിവരവും പോലീസ് പുറത്തുവിട്ടു. യുവനടിയെ ഉടൻ പോലീസ് ചോദ്യം ചെയ്യും. ഒളിവിൽ പോകാൻ ഉപയോഗിച്ച ഫോക്സ് വാഗൺ പോളോ കാർ യുവനടിയുടേത് തന്നെയാണെന്ന് പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. ഇനി രക്ഷയില്ല. ആ കാറിന്റെ ഉടമ യുവനടി തന്നെയാണ്. രാഹുലുമായി ഏറ്റവും അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ഈ യുവനടി. നടിയെ പോലീസ് ഫോണിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു. കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ഈ കാർ പാലക്കാട് ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിനെയും ഡ്രൈവറെയും ചോദ്യം ചെയ്തതിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് നിർണായകമായ ഈ വിവരം ലഭിച്ചത്. മാങ്കൂട്ടത്തിനൊപ്പം അയാളുടെ സുഹൃത്തും കേസിലെ രണ്ടാം പ്രതിയുമായ ജോബി ജോസഫും ഉണ്ടെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതി 2 തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായി പോലീസിന് വിവരം ലഭിച്ചു. അത് അവരിൽ നിന്ന് തന്നെയാണ് ആ വിവരം ലഭിച്ചത്. നിർബന്ധിത ഗർഭചിത്രത്തിന് പിന്നാലെ അമിതമായി മരുന്ന് കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതേ തുടർന്ന് ദിവസങ്ങളോളം അവർ ആശുപത്രിയിൽ കഴിഞ്ഞു. ഒരു തവണ കൈചരമ്പ് മുറിക്കാൻ ശ്രമിച്ചുവെന്നും ഈ യുവതി പോലീസിന് മൊഴി നൽകിയിരുന്നു. അതുപോലെ ഗർഭചിത്രം നടത്താൻ 2 ഗുളികകൾ തന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് കഴിപ്പിച്ചുവെന്നാണ് യുവതി ഡോക്ടറോട് വെളിപ്പെടുത്തിയത്. ഇക്കാര്യം ഡോക്ടർ തന്നെ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒന്നിനു പുറകെ മറ്റൊന്നായി വിവരങ്ങൾ പുറത്തു വരുന്നതോടെ മാങ്കൂട്ടം കൂടുതൽ പ്രതിസന്ധിയിലാവുകയായി. കേസിന്റെ സ്വഭാവവും മാറും. ഇനി രക്ഷയില്ല.